കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് ന്യായവിധിയുടെ ദൈവം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് അതിൻ്റെ രണ്ടാം പകുതി എന്താണ് പറയുന്നത്? നാം എല്ലാവരും ഉണ്ടോ, അതിനകത്ത് വേറെ ഒരു മാറ്റിവയ്പ്പില്ല. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അത് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പം എല്ലാവർക്കും അവന്റെ ജീവിതം ജീവിപ്പാൻ അവനൊരു അവസരമുണ്ട്. അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അനുഗ്രഹം പ്രാപിച്ചവരും പ്രാപിക്കാത്തവരും, ക്രിസ്തു ഉള്ളവരും ക്രിസ്തു ഇല്ലാത്തവരും, എല്ലാവരും ശരീരത്തിലിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എവിടെ ഇരിക്കുന്നു? ശരീരത്തിൽ. ആത്മാവ് അധിവസിക്കുവാൻ ദൈവം നമുക്കൊരു ശരീരത്തെയും ദേഹിയെയും ദൈവം എന്ത് ചെയ്തു? തന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് എന്ത് ചെയ്തു? എടുത്തിട്ട് കർത്താവ് ജീവശ്വാസം മനുഷ്യനിൽ എന്ത് ചെയ്തു? ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ദേഹിയിലെ ജീവനാണ് ആത്മാവ്. ശരീരത്തിൽ രക്തത്തിലല്ലോ ജീവൻ എന്ത് ചെയ്യുന്നത്? കുടികൊള്ളുന്നത്. പക്ഷെ ആത്മാവ് വസിക്കുന്നത് ദേഹിയിലാണ്. അപ്പോ രക്തത്തിലെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ശരീരം ഡെത്താവും, ആത്മാവിലെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ദേഹി ഡെത്താവും. അതാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്തപ്പോൾ ആത്മാവല്ല എന്ത് ചെയ്ത് മരിച്ചത്? കാരണം ആത്മാവ് മരിക്കുന്നില്ല. ബൈബിൾ അത് വെളിപ്പെടുത്തുന്നു, മനുഷ്യന്റെ ആത്മാവ് മരിക്കുന്നില്ല. പിന്നെ എവിടെ? ഓരോരുത്തരും ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടുന്നതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ കൽപ്പിച്ചാക്കിയതാരാണ്? ദൈവം. എനിക്ക് പറ്റത്തില്ലെന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധ്യമല്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-11 വാക്യത്തിൽ, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ കർത്താവ് ഏക സത്യ ദൈവമെന്ന് നാവ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റു പറയേണ്ടി വരും. ഇന്ന് നമ്മൾ ഏറ്റു പറഞ്ഞവരാണ്. ബാക്കിയുള്ളവർ ഇനി ആരായിരുന്നാലും ഒരു ദിവസത്തിൽ യേശുവാണ് ജീവനുള്ള ദൈവമെന്ന് ഏറ്റു പറയേണ്ടി വരും. ഏറ്റു പറഞ്ഞവർ രക്ഷ പ്രാപിച്ചു, ഏറ്റു പറയേണ്ടി വരുന്നവർ ശിക്ഷയിൽ പോകും. ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റു പറഞ്ഞവരാണ്. ഏറ്റു പറഞ്ഞവർ രക്ഷയിലേക്ക് പോകും, ഏറ്റു പറയേണ്ടി വരുന്നവർ ശിക്ഷാവിധിയിലോട്ട് പോകും. കൊലോഷ്യൻസ് എഴുതിയ 1-ാമത്തെ അധ്യായം 14, 15, 16 വാക്യത്തിൽ, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിൽ ഇന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 15-ാം വാക്യം, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. യേശു അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ ആവിഷ്കാരമാണ്. ദൈവത്തെ കാണണമെങ്കിൽ ഇനി ആരായിരുന്നാലും ദൈവത്തിന്റെ ദൃശ്യമായ ആവിഷ്കാരമായ യേശുവിനെ എന്ത് ചെയ്യണം? കാണണം. അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപത്തിൽ എന്ത് ചെയ്യുന്നു? വസിക്കുന്നു. ദൈവത്തിന്റെ സർവ സമ്പൂർണതയും എന്ന് പറയുന്നത് ദൈവമാത്മാവാകുന്നു. അവൻ പിതാവാൻ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാൻ ദൈവം, ത്രിയേക ദൈവം ആളത്വമായി വസിച്ചിരുന്ന ഒരു ശരീരം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതാണ് യേശുവിന്റെ ശരീരം. ദൈവത്തിന്റെ ദൃശ്യമായ ആവിഷ്കാരമാണ് ക്രിസ്തു. ഹല്ലേലൂയ. 16-ാം വാക്യത്തിൽ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. എന്ത്? സ്വർഗത്തിലുള്ളത്. പിന്നെ എവിടെയുള്ളത്? ഭൂമിയിലുള്ളത്. ദൃശ്യമായതുണ്ട്, അദൃശ്യമായതും.
വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളും ദൃശ്യമായതല്ല, അത് അദൃശ്യമായതാണ്. ഇവിടെ ദൃശ്യമാക്കപ്പെട്ടതും അദൃശ്യമാക്കപ്പെട്ടതുകൊണ്ട് സിംഹാസനങ്ങളെ കുറിച്ച് പറയുന്നു. സ്വർഗത്തിൽ സിംഹാസനമുണ്ട്, ഭൂമിയിലും ഒന്നുണ്ട് സിംഹാസനങ്ങളുണ്ട്. പൈശാചിക മണ്ഡലത്തിൽ ഒന്നുണ്ട്, അവൻ്റെതായിട്ടുള്ള സിംഹാസനം. സാത്താൻ സിംഹാസനം വച്ചിരിക്കുന്ന ഇടത്താണ് നിങ്ങളായിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നീ ഇരിക്കുന്ന ഇടം നീ തന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അവൻ സാത്താൻ സിംഹാസനം എന്ത് ചെയ്തിരിക്കുന്നു, വച്ചിരിക്കുന്നു. അപ്പൊ അവനും എന്തുണ്ട്, സിംഹാസനമുണ്ട്. ലോക നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും എന്തുണ്ട്, സിംഹാസനമുണ്ട്. സ്വർഗത്തിലെ ഒന്നുണ്ട്, സിംഹാസനമുണ്ട്. ആമേൻ. അപ്പോ ഈ സിംഹാസനത്തിൽ ന്യായവിധിയുടെ സിംഹാസനമുണ്ട്. നാം എല്ലാവരും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടുന്നവരാണ്. ന്യായാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടേണ്ടത്. അനുഗ്രഹങ്ങൾ മാത്രം നമ്മൾ വാങ്ങിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ലാഘവത്തോടുകൂടി ഗൗരവമില്ലാതെ വിശ്വാസ ജീവിതം കണ്ടാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് അത് പറയുകയാണ്. നാം എല്ലാവരും, ഒരു പാസ്റ്റർ ആയിരുന്നാലും വിശ്വാസിയായിരുന്നാലും ഒരു അവിശ്വാസിയായിരുന്നാലും ദൈവത്തെ പറഞ്ഞ് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്നവനായിരുന്നാലും എല്ലാവരും ഒരു ദിവസം ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടി വരും. അവന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും. സ്വർലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഭൂലോകത്തെ കുറിച്ച് പറയുന്നുണ്ട്, അധോലോകത്തെ കുറിച്ച് പറയുന്നു. 3 ലോകത്തെ: സ്വർലോകം, ഭൂലോകം, അധോലോകം. സ്വർലോകത്തിലുള്ളവരും ഭൂലോകത്തിലുള്ളവരും അധോലോകത്തിലുള്ളവരും ഇനി ആരായിരുന്നാലും യേശു ക്രിസ്തു കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയേണ്ടി വരും. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തു അവൻ വീണ്ടെടുപ്പുകാരനെന്നും രക്ഷിതാവെന്നും കർത്താവെന്നും സ്വീകരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കൃപ ലഭിച്ചിരിക്കുമ്പോൾ നമുക്കുള്ള രക്ഷ, സുരക്ഷിതത്വം നമ്മൾ പ്രാപിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ നാം എല്ലാവരും ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഇതിന്റെ മുൻപിൽ, ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ദൈവത്തെ ഭയപ്പെടുക. വിശ്വസിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ലഭിക്കുന്നതനുസരിച്ച് ഭക്തിയും ഭയവും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. വിശ്വാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം കിട്ടും തോറും പിന്നെയും പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഭയവും ഭക്തിയും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാകത്തില്ല. ഭയവും ഭക്തിയും ഇല്ലെങ്കിൽ ന്യായാസനത്തിൽ പെടും. ദൈവമേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീ എനിക്ക് ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും വിടുതലും സൗഖ്യവും പോരാട്ടങ്ങളിൽ ജയമൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലൊന്നും അവിടെ എന്ത് ചെയ്യത്തില്ല, വില പോകത്തില്ല. നമ്മൾ നേരത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അനുതപിക്കേണ്ടത് അനുതപിക്കുക, മടങ്ങി വരേണ്ടത് മടങ്ങി വരിക, മാനസാന്തരപ്പെടേണ്ടത് മാനസാന്തരപ്പെടുക, രൂപാന്തരപ്പെടേണ്ടത് രൂപാന്തരപ്പെടുക, പാപം ഏറ്റുപറയേണ്ടത് ഏറ്റുപറയുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുക, വലിച്ചെറിയേണ്ടത് വലിച്ചെറിയുക. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ദൈവത്തെ വിശ്വസിക്കുക എന്നുള്ളതിലൂടെയുള്ള നന്മകൾ പ്രാപിക്കാൻ ജനത്തിന് താല്പര്യമുണ്ട്. എന്നാൽ ദൈവത്തെ ഭയപ്പെടുക. ഗ്ലോറി ടു ഗോഡ്. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം മരിക്കേണ്ടുന്നവരല്ലോ. എത്ര പേരത് ചിന്തിക്കും? ഇന്ന് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ രീതികളും അവന്റെ പ്രവണതകളും അവന്റെ സംവിധാനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഇവൻ എന്ത് ചെയ്യത്തില്ല, മരിക്കത്തേ ഇല്ലെന്നുള്ള ചിന്തയിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ഓടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പറയുന്നതല്ല, നാം ഇനി ആരായിരുന്നാലും നമ്മൾ മരിക്കേണ്ടുന്നവരല്ലോ. അടുത്ത് മരണത്തെക്കുറിച്ച് അവിടെ പറയുന്നത് നിലത്തൊഴിച്ചു കളയുന്നതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കും. അതിന്റെ അടുത്ത് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ. മനുഷ്യൻ എന്ത് കാര്യത്തിന്റെ മുൻപിലാണ് മനുഷ്യൻ ഭ്രഷ്ടനാവുന്നത്? മരണത്തിന്റെ മുമ്പിൽ അവൻ നത്തിങ്ങാവും. ശാസ്ത്രം മരണത്തിന്റെ മുമ്പിൽ അതിൻ്റെ എല്ലാ ശക്തിയും എന്ത് ചെയ്യും? ഒന്നുമില്ലാതാവും. അതിനെ അതിജീവിപ്പാൻ, ആയുസിനോട് ദൈർഘ്യം കൊടുക്കാൻ എന്താണ് ശാസ്ത്രത്തിന് കഴിയത്തില്ല. ഒന്നിനും കഴിയാതെ പകച്ചു നിൽക്കുക. അപ്പോ ഭ്രഷ്ടനായ മനുഷ്യൻ, ഇവിടെ ഒരു ദൈവം ജീവനെ എടുത്ത് കളയാതെ. ഇപ്പൊ മരിക്കുന്നവൻ എന്തുണ്ട്? ഉറപ്പുണ്ട്. പക്ഷെ ഇവൻ ചെയ്യുന്ന എന്താണ്? ദൈവം
ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായ മനുഷ്യൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കാതെ വണ്ണം മാർഗം ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശാസ്ത്രലോകം പോലും ഒരു ദിവസം കൂടെ മനുഷ്യനെ ആയുസ് എങ്ങനെ കൂട്ടിക്കൊടുക്കാം, അതിന് എത്ര കണ്ടുപിടിച്ചാലും മരിച്ചവനെ പോലും വീണ്ടും വെന്റിലേറ്ററിലിട്ട് ഒരു ആഴ്ചയോ 2 ആഴ്ചയോ 4 ആഴ്ചയോ കൂട്ടി കൊടുക്കാന്നുള്ളതല്ലാതെ അവനെ മടക്കി കൊണ്ടുവരാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഭ്രഷ്ടനായ മനുഷ്യൻ ദൈവം അവന്റെ ജീവനെ എടുത്തു കളയാതിരിക്കാൻ അവൻ ഇനി എത്ര പദ്ധതി ഇട്ടാലും ഭ്രഷ്ടനായ മനുഷ്യൻ ഉണ്ടാക്കുന്ന കാര്യം പൊളിയും. അവിടെ അതാ വായിക്കുന്നത്, ദൈവം ജീവനെ എടുത്തു കളയാതെ. അതിനോട് മത്സരിക്കുന്നത് ആരാണ്? ഭ്രഷ്ടനായ മനുഷ്യൻ. ഞാൻ എന്ത് ചെയ്യും? ഇനിയും ജീവിപ്പിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഞാൻ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പറ്റിക്കണ കാര്യമാണ്, നടക്കത്തില്ല. ഭ്രഷ്ടനായ മനുഷ്യനാണ് വലിയവനായ ദൈവം വച്ചിരിക്കുന്ന കാര്യത്തെ അതിർ ലംഘിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് തനിക്ക് ഇനിയും ഭ്രഷ്ടനായി ഇരിക്കാതെ വണ്ണം മാർഗം എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. എന്നാൽ ദൈവമാണ് ഈ കാര്യം എന്ത് ചെയ്ത് നിശ്ചയിച്ചിരിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആര് നിയമിച്ചു? ദൈവം. മരിക്കാൻ സമയമാകുമ്പം ഇപ്പൊ എനിക്ക് പറ്റൂല എന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറയത്തില്ല. എവിടെയെങ്കിലും ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഇവിടെ ആര് ആണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരിക്കൽ മരിക്കും. അതാരെ പറഞ്ഞ് പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തണ്ട. നീ മരിക്കുന്ന ആളാണ് കേട്ടോ എന്ന് ആരെ എന്ത് ചെയ്യണ്ട, പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് ശേഷം എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ എന്തുണ്ട്? അതാണ് വിഷയം. ലോകത്തിൽ ഒരു മനുഷ്യനെയും പ്രത്യേകിച്ച് മരണത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. അവൻ പറയുന്നത്, ജനിച്ചാൽ ഒരു ദിവസം മരിക്കുന്ന ഏത് പൊട്ടനും അറിയാം. പക്ഷെ ഏതൊരു ബുദ്ധിമാനും അറിയാത്തൊരു കാര്യമുണ്ട്, ജ്ഞാനികളായിട്ടുള്ളവർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. മരിക്കുകയും അതിനപ്പുറത്ത് ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യം ജ്ഞാനികൾക്ക് പോലും അതെന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കൽ മരിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന ആളാരാണ്? ദൈവം. അപ്പോ ന്യായവിധിയിൽ എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. നാം എല്ലാവരും അവന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അവിടെയാണ് ഇവിടെ നമ്മൾ വിശ്വാസം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ ചെയ്യത്തില്ല, പറ്റത്തില്ല. ഭയവും ഭക്തിയും, ക്രമീകരണം, മാനസാന്തരം. വിശ്വസിച്ചാൽ അനുഗ്രഹം ലഭിക്കുന്നവർക്ക് അല്പസ്വല്പമൊക്കെ കുറവുകളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുഴപ്പമൊന്നും ഇല്ല. പക്ഷെ ആ കുറവുകളും കൊണ്ട് പോയാൽ പിന്നത്തെ ഇതിൽ എന്ത് ചെയ്യും? പെടും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ദൈവം എന്ത് ചെയ്തു? വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നല്ലോ, അതുകൊണ്ട് ഞാൻ നിത്യതയെ കാണും. വഞ്ചിക്കപ്പെടരുത്. അല്ലോ, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ സകല കാര്യങ്ങളും കിട്ടിയാലും അതിനെല്ലാം മകളിലാണ് നിത്യജീവന്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ എന്ന് വെച്ചാൽ പൊട്ടന്മാർ. ഈ ആയുസിൽ മാത്രം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ ആരാധിക്കാനാണ് നടക്കുന്നതെങ്കിൽ സകല മനുഷ്യരിലും പൊട്ടന്മാർ. അങ്ങനെ ഇരിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആണോ? ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കലായിട്ട് അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. ഒരിക്കൽ പാപം നിമിത്തമോ, ആരുടെ പാപം നിമിത്തം? എന്റെ, നമ്മുടെ, ലോകത്തിന്റെ പാപം നിമിത്തം അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കൽ ക്രൂശിൽ എന്ത് ചെയ്തു? അർപ്പിക്കപ്പെട്ടു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. ഒന്നാമത് പ്രത്യക്ഷനായത് പാപത്തിന്റെ പരിഹാരത്തിന് പ്രത്യക്ഷനായെങ്കിൽ തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് പാപം കൂടാതെ കർത്താവ് ഇനി വെളിപ്പെടുന്നത് പാപത്തിന് എന്തെങ്കിലും പരിഹാരം വരുത്തേണ്ട കാര്യത്തിനാണോ? അല്ല, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക്, രക്ഷ കരസ്ഥമാക്കിയവർക്ക് വേണ്ടി, നീതീകരണം കരസ്ഥമാക്കിയവർക്ക് വേണ്ടി, അല്ലെ ശുദ്ധീകരണം കരസ്ഥമാക്കിയവർക്ക് വേണ്ടി അവൻ പാപം കൂടാതെ വെളിപ്പെടുമ്പോൾ അതിൽ നിന്ന് വേർപെട്ടവൻ വരുന്നവനോടൊപ്പം എടുക്കപ്പെടും. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ മരണം ആര് നിശ്ചയിച്ചു? ദൈവം. ന്യായവിധി ആര് നിശ്ചയിച്ചു? ദൈവം. നമുക്ക് വയലേറ്റ് ചെയ്യാൻ ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇപ്പൊ ഞാൻ മരിക്കണില്ല,
എന്ന് മരണസമയത്ത് പറയാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ന്യായവിധിയിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വരത്തില്ല. കല്യാണം വിളിച്ചാൽ പോണോ പോണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാതെ തീരുമാനിച്ചാൽ, ഒരു പാലുകാച്ചിൽ വിളിച്ചു കഴിഞ്ഞാൽ പോണോ പോണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ന്യായവിധിയിൽ ഞാൻ പോകുന്നില്ല, ഞാൻ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ടി വരും. അപ്പൊ മരണത്തെയും മരണാനന്തര ന്യായവിധിയും ദൈവം നിശ്ചയിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. താൻ എന്നവിടെ പറയുന്ന ആരാണ്? പിതാവാം ദൈവം. ദൈവം നിയമിച്ച പുരുഷൻ അതാരാണ്? ക്രിസ്തു. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ എന്ത് ചെയ്തു? നിശ്ചയിച്ചു. മരണത്തെ ദൈവം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. മരണാനന്തര ന്യായവിധി ദൈവം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. നിനക്ക് വേണ്ടി ഒരു അവധി ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? വച്ചിരിക്കുകയാണ്. അത് വരും. അത് വൈകാതെ എന്ത് ചെയ്യും? വരും എന്ന് പറയുന്നത് ഇതാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഒരു അനുഗ്രഹം ദൈവം വച്ചുകൊണ്ടിരിക്കുകയാണ്. നീ നാളുകളായി പ്രാർത്ഥിക്കുന്നത്, അതൊക്കെ വരട്ടെ, നല്ല കാര്യം തന്നെ. പക്ഷേ ഇവിടെ വചനത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന്, നിനക്ക് വേണ്ടി ഒരു ദിവസം, ന്യായവിധിയുടെ ഒരു ദിവസം, എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരു ദിവസം ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:31 വായിച്ചേ. താൻ മുഖാന്തരം, ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ എന്ത് ചെയ്തു? നിയമിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതിനാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കും രക്ഷയില്ല, ജീവിച്ചിരിക്കുന്നവർക്കും രക്ഷയില്ല. കർത്താവ് ജീവിച്ചിരിക്കുകയും മരിക്കുകയും ചെയ്തതുകൊണ്ട്, മരണത്തിൽ നിന്ന് പുനരുദ്ധാനം ചെയ്തതുകൊണ്ട് മരിച്ചവർക്ക് ന്യായവിധിയുണ്ട്. അതുവഴി അവർ പോയി ഇത്രയും കാലം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരും അവർക്ക് ഈ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ആ സമയത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. എത്തിയെങ്കിൽ ഇവിടെ നിന്ന് ജീവനോടെ നമ്മൾ പ്രസംഗിക്കുകയോ നിങ്ങൾ പ്രസംഗം കേൾക്കുകയോ ചെയ്യത്തില്ല. പക്ഷെ ഒരു ദിവസം വരും. ഒരു മരണം എന്നുള്ള സംഭവം ഒരു ദിവസം എന്ത് ചെയ്യും? വരും. പിന്നെ ന്യായവിധി എന്നുള്ളത് എന്ത് ചെയ്യും? വരും. അനുഗ്രഹം വരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വിശ്വസിക്കാൻ എളുപ്പമാണ്. ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹത്തിന്റെയും മകളിലെ അനുഗ്രഹമാണ് നിത്യജീവന്റെ അനുഗ്രഹം. ദൈവത്തിൽ വിശ്വസിച്ച് ലഭിക്കുന്ന കാര്യങ്ങൾ അത് ആർക്കും പ്രാപിക്കാൻ കഴിയും. പക്ഷെ ന്യായാസനത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ് നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവഭയം വേണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവ ഭയം ഉണ്ടാകണം. ഇന്ന് ഭയം ഉണ്ടാകുന്ന മെസ്സേജുകളുണ്ടോ? ആരാധിച്ചാൽ അത് കിട്ടും, ഇത് കിട്ടും, എല്ലാം കിട്ടും. ആരാധിച്ചാൽ നിത്യജീവൻ കിട്ടുമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്താൽ മതി? ആരാധിച്ചാൽ മതിയല്ലോ. വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടുമെങ്കിൽ എല്ലാവരും വിശ്വസിച്ചാൽ മതിയല്ലോ. ദൈവത്തെ ഭയപ്പെടുക. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എല്ലാ അനുഗ്രഹങ്ങളും ഒലിച്ചു പോകുന്ന ഒരു ദിവസം എന്ത് ചെയ്യും? ഇതെല്ലാം തീക്കായിട്ട് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹം ഇന്ന് തന്നെ പ്രാപിക്കാം, അത്ഭുതം ഇന്ന് തന്നെ പ്രാപിക്കാം. അനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക്, അനുഗ്രഹത്തിന്റെ താക്കോല്, എന്തൊക്കെ പരിപാടിയാണ്. ഇതെല്ലാം പറഞ്ഞു പോകുന്നവർ ഓർത്തുകൊള്ളണം. ഒരു ദിവസം ന്യായാസനത്തിന്റെ മുമ്പിൽ ഈ പ്രസംഗിച്ചവനും ഈ കേട്ടവനും നിൽക്കേണ്ടി വരും. അന്ന് മുട്ടടിക്കും എല്ലാവരും. എന്റെ കൂടെ നിന്നവരൊക്കെ എവിടെ? എനിക്ക് അണികളായിട്ട് കൂടെ വന്നവരൊക്കെ എവിടെ? എന്റെ സഭയിലെ വിശ്വാസികൾ എവിടെ? പാസ്റ്റർ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിശ്വാസികൾ എന്നെ നടത്തിയ പാസ്റ്റർ എവിടെ? പാസ്റ്റർ എവിടെ? കാണത്തില്ല. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അതപ്പോഴല്ലേ? ആയിക്കോട്ടെ. അന്നേരം ഈ നരകത്തെ കാണുമ്പോണ്ടല്ലോ കയ്യും കാലും ഇട്ട് അടിക്കുന്നതാണ് വചനം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇവന്റെ കയ്യും കാലും എന്ത് ചെയ്യും? പിടിച്ച് കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ചവിട്ടി തൊഴിച്ച് കയ്യും കാലും ഇട്ട് അടിച്ച് പെരളും. കാരണം അന്നാണ് ഇതിന്റെ ഭീകരത ഇവൻ കാണണത്. അപ്പൊ പറയുന്നതിന്റെ കയ്യും കാലും എന്ത് ചെയ്യും? പിടിച്ച് കെട്ടാതെ ഈ വിരളിയും പെരൾച്ചയും എന്ത് ചെയ്യത്തില്ല, നിൽക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും? അവനെ തള്ളിയിടുവില്ല. അവന് പോവാൻ എന്തില്ല, മനസ്സില്ല. തള്ളിയിട്ടാലേ പോകത്തുള്ളൂ. ആ സ്ഥിതി. മനുഷ്യന് വേണ്ടി ദൈവം നരകം എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല. ബൈബിളിൽ അങ്ങനെ വാക്കിയില്ല. നരകം സൃഷ്ടിച്ചത് സാത്താനാണ്. മത്തായി എഴുതിയ സുവിശേഷം 25:41 വാക്യം. സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നരകം. ദൈവം മനുഷ്യനെ നരകത്തിലിടാൻ നരകം ഉണ്ടാക്കി വെക്കത്തക്ക രീതിയിൽ ദൈവം ക്രൂരനാണോ? മനുഷ്യന് വേണ്ടി ദൈവം നരകം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ
പിശാചിന് ഒരുക്കിയ നരകത്തിലേക്ക് മനുഷ്യനെ അതിനുകൂടെ പങ്കാളിത്തം വഹിക്കാൻ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് അന്യപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് അവൻ ഒരുക്കിയ സ്ഥലത്തിലേക്ക് ഇവനെയും കൂടെ എന്ത് ചെയ്യാണ്? തള്ളിയിടാണ്. അപ്പോസ്തലപ്രവൃത്തി 10:42 വാക്യം. അപ്പോൾ നമ്മൾ നേരത്തെ ചിന്തിച്ചത് മനുഷ്യന് മരണം ഒരിക്കൽ മരിക്കുകയും ദൈവം നിശ്ചയിച്ചു. പിന്നെ ന്യായവിധി ദൈവം നിശ്ചയിച്ചു. ന്യായവിധിക്കായിട്ട് ഒരു ദിവസം ദൈവം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. ഇവിടെ ന്യായാധിപനെ ദൈവം എന്ത് ചെയ്യുന്നു? നിശ്ചയിക്കുകയാണ്. 10:42 അപ്പോസ്തലപ്രവൃത്തി. ജീവികൾക്ക് മരിച്ചവർക്ക് നമ്മൾ ചിലപ്പോൾ ഇത് ചിന്തിക്കും, ജീവികൾക്ക് എന്ന് വെച്ചാൽ ആടും മാടും പശുവും ആനയും കടുവയ്ക്കും പുലിക്കും എല്ലാ ജീവികൾക്കും എന്നല്ല, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. കണ്ടോ? മനുഷ്യനെ കുറിച്ച് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനും മരണത്താൽ നീക്കപ്പെട്ടവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. ആര്? ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോ ന്യായാധിപൻ ആര് നിയമിച്ചു? ഹല്ലേലൂയ. വിശ്വാസം കൊണ്ടൊന്നും ന്യായാധിപനെ ഒഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റത്തില്ല. ഭയവും ഭക്തിയും അനുസരണവും വിധേയത്വം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആമേൻ. തലയ്ക്ക് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അത് ദൈവത്തിന്റെ എന്താണ്? കൽപ്പനയാണ്. ന്യായവിധിയെ കുറിച്ചിട്ടുള്ള കാര്യം വെളിപ്പെടുത്തുന്നത് ദൈവിക സിംഹാസനത്തെ കുറിച്ച്, ന്യായവിധിക്കാനുള്ള അധികാരമുള്ളവനെ കുറിച്ചും പ്രസംഗിക്കണം കാര്യം ദൈവത്തിന്റെ കൽപ്പനയാണ്. മനസ്സിലായോ? അപ്പൊ ഇതെന്തേതേ പറ്റൂ? പ്രസംഗിച്ചേ പറ്റത്തുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 27, 28, 29. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ന്യായവിധി നടത്താനുള്ള അധികാരം ആരുടെ കയ്യിലിരിക്കുന്നു? യേശുവിന്റെ കയ്യിൽ. രക്ഷിക്കാനുള്ള അധികാരം ആരുടെ കയ്യിലാണ്? നമ്മളത് അറിയുന്നു. പക്ഷെ ന്യായവിധിക്കാനുള്ള അധികാരം കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്തിന്? 28-ാം വാക്യം. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പോ കല്ലറകളിലുള്ളവർ എന്ത് ചെയ്യും? പുനരുദ്ധാനം ചെയ്യും. അപ്പൊ നമ്മൾ കല്ലറയിൽ പോണതിന് മുമ്പ് പുനരുദ്ധാനം ചെയ്യാനുള്ള കാര്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അല്ലാതെ ഏത് വലിയ അഭിഷിക്തനായിട്ടുള്ള ഒരു ശുശ്രൂഷക്കാരൻ കൊണ്ട് അടക്കം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? പുനരുദ്ധാനം പ്രാപിക്കില്ല. പുനരുദ്ധാനം പ്രാപിക്കും, പക്ഷെ നിത്യജീവന് വേണ്ടി പുനരുദ്ധാനം പ്രാപിക്കുന്നതാണ്. പുനരുദ്ധാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സദൂക്യരായിട്ടുള്ളവർ പുനരുദ്ധാനം എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുക. ഭയങ്കര വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്, പക്ഷെ പുനരുദ്ധാനം എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കത്തില്ല. ഇന്ന് ഒത്തിരി ആൾക്കാർ വിശ്വാസികളാണ്, പക്ഷെ പുനരുദ്ധാനം വിശ്വസിക്കാത്ത വിശ്വാസികൾ കണ്ടമാൻ. അതുകൊണ്ടാണ് പുനരുദ്ധാനത്തെ കുറിച്ചിട്ടുള്ള കാര്യം അവർക്ക് എന്ത് ചെയ്യാൻ അറിയാൻ ആഗ്രഹമില്ലാത്തത്. അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിത്യജീവന്റെ വചനം പ്രസംഗിക്കുന്നിടത്ത് എന്ത് ചെയ്തേനെ? ഉണ്ടായേനെ. ലോകം അതിന്റെ മോഹത്തോട് ഒരു ദിവസം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്ത് മരിച്ചവർ എല്ലാവരും എന്ത് ചെയ്യും? അപ്പോൾ നിത്യജീവന് വേണ്ടിയിട്ട് മാത്രമുള്ളവർ മാത്രമേ പുനരുദ്ധാനം പ്രാപിക്കുള്ളൂ? അല്ല, എല്ലാവരും എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. രണ്ട് വ്യത്യാസം. നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ. അപ്പം നന്മയും തിന്മയും തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യാസം പ്രാപിച്ച ആത്മീയത്തിൽ പക്വത നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രാപിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ചെയ്യുന്ന കാര്യമെല്ലാം തിന്മയാകും, പെടും. തിരുത്തപ്പെടേണ്ട സമയങ്ങൾ അതിക്രമിച്ചുവോ? ക്രമമുണ്ടാകേണ്ടിയ കാര്യങ്ങൾ അതിക്രമിച്ചുവോ? ജീവിത പാത സിയോനിലേക്കാണോ? ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാനാണോ നമ്മൾ വിശ്വാസ ജീവിതം ക്രമപ്പെടുത്തുന്നത്? മാനസാന്തരപ്പെടുന്നുണ്ടോ? അനുതപിക്കുന്നുണ്ടോ? പാപം ഏറ്റുപറയുന്നുണ്ടോ? പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടോ? ചിലപ്പോൾ പാപം ഏറ്റുപറയുമായിരിക്കും. അടുത്ത തലമാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത്. അവിടെ വരുമ്പോൾ പിശാച് പൂട്ടും, ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. ഏറ്റുപറയും. എല്ലാ ആഴ്ചയിലും ചിലപ്പോൾ എന്ത് ചെയ്യും? ഏറ്റുപറയും. ഉപേക്ഷിക്കുക. അവിടെയാണ് ആത്മാവിന്റെ ബലം, ദൈവത്തിന്റെ ആത്മശക്തിയുടെ മഹത്വം അവിടെ വെളിപ്പെടുന്നത്. ഉപേക്ഷിക്കുമ്പോൾ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുമ്പോൾ. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുക. അതിനനന്തരമാണ് തേജസ്കരണം സംഭവിക്കുന്നത്. ചുമ്മാതെ ദൈവസന്നിധിയിൽ വന്നിട്ട് സ്വോത്രം ലോകപരമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം തേജസ്കരിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യം. അപ്പോൾ ന്യായവിധി ആർക്ക് കൊടുത്തു?
പുത്രൻ. ഇന്ന് കർത്താവ് എന്നെ എന്ത് ചെയ്തു? ഞാനൊരു പാപം ചെയ്തു. ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ, എൻ്റെ പാപം എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. നിന്റെ രക്തം കൊണ്ട് എന്നെ എന്ത് ചെയ്യണമേ? കഴുകണമേ. നിന്റെ വചനത്താൽ എന്നെ എന്ത് ചെയ്യണമേ? കഴുകണമേ. പരിശുദ്ധാത്മാവിനെ എന്നെ എന്ത് ചെയ്യണമേ? കഴുകണമേ. ക്രൂശിന്റെ മറവിൽ എന്നെ എന്ത് ചെയ്യണമേ? മറക്കണമേ. ചെയ്യത്തില്ലേ? ചെയ്യും. പക്ഷേ ഞാൻ ക്രമപ്പെടുത്താതെയാണ് പിന്നെയും പോയാൽ, ഒരു ഉദാഹരണം പറയാം. ഏത് കുഴപ്പം ചെയ്തിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് പോയാലും വക്കീൽ എന്ത് ചെയ്യും? മിടുക്കനായിട്ടുള്ള വക്കീലാണെങ്കിൽ ആ കേസിനെ ഊരി കൊടുക്കും, രക്ഷപ്പെടുത്തും. ഇനി കൊലപാതകം ചെയ്തിട്ട് പോയാലും കഴിവുള്ള അഡ്വക്കേറ്റുമാരെന്ത് ചെയ്യും? യേശുക്രിസ്തുവിനോളം കഴിവുള്ള ഒരു അഡ്വക്കേറ്റ് ഇല്ല. കാരണം നീ ചെയ്ത പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഞാൻ എന്ത് ചെയ്യും? ഹിമം പോലെ വെളുപ്പിച്ച് ദൈവത്തിന്റെ ന്യായസനത്തിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്യും? രക്ഷിക്കും. ക്രൂസിൽ അതെന്ത് ചെയ്തു. പക്ഷെ ഈ അഡ്വക്കേറ്റ് ഒരു ദിവസം ജഡ്ജിയായി. ലോകത്തിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ട് എല്ലാവരും ആപാല വൃന്ദം ഉയർത്തെഴുന്നേറ്റപ്പോൾ, ജീവിച്ചിരുന്നപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും എന്നെ രക്ഷിച്ച അഡ്വക്കേറ്റിന്റെ അടുത്ത്, ജഡ്ജിയുടെ സീറ്റിൽ ഇരിക്കുന്ന ആളടുത്ത് ദൂരെ ഇരുന്നു കൊണ്ടോ, ഹലോ ഹലോ, എന്നെ മനസ്സിലായ, പണ്ട് എന്റെ എല്ലാ കേസും എന്ത് ചെയ്തു? എന്നെ ബാധിച്ച് എന്നെ രക്ഷിച്ച ആ കൊട്ടോട്ടി എടുത്ത് 2 കൊട്ടോട്ടോ, ഞാൻ ഇപ്പൊ ജഡ്ജിയാണ്. പണ്ട് നിന്റെ കേസൊക്കെ ഞാൻ എന്ത് ചെയ്തു? ബാധിച്ച് നിന്നെ രക്ഷപ്പെടുത്തി വിട്ടു. പക്ഷെ നിന്റെ എല്ലാ കേസുകളും ബാധിച്ചുകൊണ്ട് നിന്റെ എല്ലാ കാര്യവും ആർക്കറിയാം? എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ ആരാണ്? ജഡ്ജിയാണ്. ഇങ്ങോട്ട് മാറി ഞാൻ വിധിക്കും. മനസ്സിലായോ? വക്കീല് ജഡ്ജി ആവും എന്ന് നമുക്ക് യേശു ആരല്ല? വക്കീലല്ല. ന്യായവിധി എല്ലാം അവന്റെ കയ്യിൽ കൊടുത്തപ്പോൾ വക്കീലിന് പ്രൊമോഷൻ കിട്ടി, ജഡ്ജിയായി. ജഡ്ജിയുടെ മുമ്പേ പഴയ സ്വഭാവം കൊണ്ട്, ഹലോ ഞാൻ ദൂരം, ഞാൻ എന്നെ അന്ന് രക്ഷിച്ചില്ലേ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം വർദ്ധിക്കണോ? ദൈവഭയം വർദ്ധിക്കുന്നുണ്ടോ? ഏതാ വലുത്? വിശ്വസിച്ചാൽ ലഭിക്കും പല കാര്യങ്ങളും. സങ്കീർത്തനം 9-ാമത്തെ സങ്കീർത്തനം 7-8 വാക്യം, യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം. യഹോവയായ ദൈവം എന്നേക്കും വാഴുന്നു, ന്യായവിധിക്കായിട്ട് അവൻ. അപ്പൊ സിംഹാസനം ഒരുക്കിയതാരും? മനുഷ്യൻ ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി ആര് നിശ്ചയിച്ചു? ദൈവം. ന്യായവിധിക്കായിട്ട് ഒരു ദിവസം ദൈവം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. എല്ലാവരും അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? നിൽക്കേണ്ടി വരും. ദൈവം നിശ്ചയിച്ചു. ന്യായാധിപനെ ദൈവം എന്ത് ചെയ്തു? നിശ്ചയിച്ചു. നേരത്തെ പറഞ്ഞു വക്കീൽ ഇപ്പൊ എന്തായി മാറി? ജഡ്ജിയായി മാറി. അവിടെ ഒരു പരിപാടി എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. വക്കീലായിരുന്നപ്പോൾ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യമാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജഡ്ജി ആവുന്നതിന് മുമ്പ് ജഡ്ജി ആവുന്നുള്ള ബോധ്യത്തിൽ ഈ എല്ലാ പരിപാടികളും എന്ത് ചെയ്യണം? മതിയാക്കണം. വക്കീൽ അധികം താമസിയാതെ ജഡ്ജി എന്ത് ചെയ്യും? ആവാൻ പോവാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ അത് ക്രമപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ക്രമപ്പെടുത്തണം. കാരണം നാളെ ഞാൻ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാൻ പറ്റത്തില്ല. നാളെ വക്കീല് ജഡ്ജി ആവോ ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റത്തില്ല. വിശ്വാസത്താൽ വാഴയ്ക്കപ്പം കിട്ടും, വിശ്വാസത്താൽ ബജി കിട്ടും, ഉള്ളിവട. നിനക്ക് കിട്ടാനുള്ള ഉള്ളിവട ഇപ്പൊ കർത്താവ് കൊണ്ടുവന്ന് വെച്ചിട്ട്, അതിനെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മനസ്സിലായവർക്കായി സ്വന്തം. ഉള്ളിവടയൊന്നും അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ബജിയും കൊണ്ടൊന്നും അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റത്തില്ല. വക്കീല് എന്ത് ചെയ്തു? ജഡ്ജിയായി. മുട്ടടിക്കും. എന്നെ എത്രയോ വട്ടം എന്ത് ചെയ്തു? ബാധിച്ച് എന്നെ എന്ത് ചെയ്തു? രക്ഷിച്ച ആളിപ്പോ ആരായി മാറി? ജഡ്ജിയായി മാറി. ഒരു പരിപാടി നടക്കും. ബാക്കി ഉള്ളിയോടെ കളിച്ചതിന്റെ ബാക്കി ഉള്ളിയോടെ കാണിച്ചിട്ട് അന്ന് ഉള്ളിയോടെയാണിത്, ഇത് നീ തന്നതാണ് എന്നൊന്നും അന്ന് അനുഗ്രഹമൊന്നും എടുത്ത് കാണിച്ചിട്ടൊന്നും. വിശ്വാസം ആവശ്യമാണ്. പക്ഷെ അതിന്റെ മകളിൽ ഓവർടേക്ക് ചെയ്ത് നിൽക്കാനുള്ള എന്താണെന്നറിയോ? ദൈവഭയം, ദൈവഭക്തി, അനുസരണം. കോംപ്രമൈസ് ചെയ്യരുത് പ്രിയമുള്ളവരെ. ദൈവത്തെ എനിക്ക് സൗകര്യപ്രദമായ രീതികളിൽ അല്ല ഞാൻ ദൈവത്തെ എന്ത് ചെയ്യണ്ടേ? ആരാധിക്കേണ്ടേ? അവന്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്യണം. എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്യണം. എന്റെ ആരോഗ്യം, സമയം, സമ്പത്ത് എല്ലാം അവന്റെ പാദത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ എന്ത് ചെയ്യണം? കഴിയണം. അല്ലാതെ എന്റെ സൗകര്യത്തിനനുസരിച്ച് ഞാൻ ആരാധിച്ചാൽ അങ്ങ് ദൈവം പ്രസാദിക്കുന്നു എന്ന് ആരും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്.
എൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് ദൈവമാണ്, എൻ്റെ പിതാവ്. എൻ്റെ ആത്മാവ്, അതിൻ്റെ ശ്വാസം തന്നത് ദൈവമാണ്. ലോകത്തിൽ ശരീരത്തിന്റെ ജീവശ്വാസം തന്നത് ദൈവമാണ്. ആരോഗ്യവും ബലവും തന്നത് ദൈവമാണ്. ഈ ശരീരമില്ലെങ്കിൽ ഇതിനകത്ത് ആത്മാവ് അധിവസിക്കത്തില്ല. അതിനെ തന്നത് ദൈവമാണ്. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം എനിക്ക് എല്ലാ പ്രകൃതിയിലെ സൗകര്യങ്ങളും ദൈവം ചെയ്തു തന്നവൻ. അവന്റെ മുൻപിൽ കണ്ടീഷൻ വച്ചല്ല ഞാൻ ദൈവത്തെ എന്ത് ചെയ്യാനുള്ളത്, ആരാധിക്കാനുള്ളത്. എന്റെ സൗകര്യം അനുസരിച്ചല്ല ഞാൻ ദൈവത്തെ ആരാധിക്കാനുള്ളത്. സകലതും അവന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആരാധിപ്പാൻ. അതേസമയം വാഴക്കപ്പം കിട്ടും, ബജി കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, ബജി കിട്ടും, വിശ്വസിക്കാം, ഉള്ളികട കിട്ടും. അത് പറയാൻ എന്താണ്, വലിയ പാടാണോ? യേശു തട്ടുകടക്കാരനെ പോലെ നിൽക്കുന്നു. വെള്ളം കൂട്ടി ചായ, വെള്ളം കുറച്ച് ചായ, പലവിധമായ പടകൾ. ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്ത് ചെയ്യും, കർത്താവ് കൊടുക്കും. ന്യായവിധിയെ കുറിച്ച് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഒരു ദിവസം കൊണ്ട് ഞാൻ പെടും, നമ്മൾ നിൽക്കേണ്ടി വരും. സാക്ഷി പറയുന്നവർ മൂവരില്ലെങ്കിൽ പെട്ടു. ജലം, രക്തം, ആത്മാവ്. സാക്ഷി പറയുന്നവർ മൂവർ. ഈ മൂന്ന് സാക്ഷി ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകത്തില്ല. അവന്റെ വചനത്താൽ വീണ്ടും ജനിച്ചതാണോ എന്ന് വചനം എന്ത് ചെയ്യണം, വെളിപ്പെടുത്തണം. ഇവൻ വചനത്താൽ വീണ്ടും ജനിച്ചവനാണ്, വചനം വെളിപ്പെടുത്തണം. രക്തം, ഇവൻ എൻ്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ടവനാണെന്ന് രക്തം എന്ത് ചെയ്യണം, സാക്ഷ്യപ്പെടുത്തണം. 3, ഞാൻ അവന് കൊടുത്ത ആത്മപകർച്ച, ആ ആത്മപകർച്ച അവനെ എന്ത് ചെയ്യണം, ആത്മാവിന്റെ ഫലത്തിലൂടെ സാക്ഷ്യപ്പെടുത്തണം. സാക്ഷ്യപ്പെടുത്തുന്ന മൂവർ സ്വർഗത്തിലുണ്ട്. ഈ സാക്ഷ്യ വചനത്താൽ അല്ലാതെ അകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. സാക്ഷി പറയുന്ന മൂവർ എന്ത് ചെയ്യണം, വേണം. വചനം സാക്ഷ്യപ്പെടുത്തത്തക്ക രീതിയിലാണോ ജീവിതം വചനത്തിന്റെ മുമ്പിൽ ഏറ്റെടുക്കുന്നത് എങ്കിൽ നീ കേട്ട വചനം സാക്ഷ്യപ്പെടുത്തും. വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, ഉത്തരം പോലും എന്ത് ചെയ്യും, വിളിച്ചു പറയും. പ്രസംഗിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം വിളിച്ചു പറയും. അപ്പൊ വചനത്താൽ ജനിക്കണം, രക്തത്താൽ കഴുകപ്പെടണം, ആത്മാവിനാൽ ജീവിക്കണം. സാക്ഷി പറയുന്ന മൂവർ, അവിടെ സ്വർഗത്തിൽ ചെന്നിട്ട് സാക്ഷി പറയുന്ന മൂവർ ഞാനും നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, വിശ്വസിച്ചാൽ ദൈവം അത് വിട്ടു ഇത് വിട്ടു നീ വിഷമിച്ചിരിക്കുകയാണ്, ഇപ്പൊ എന്ത് ചെയ്യും, അമർത്തി കുലുക്കി കവിയും മണ്ണും എന്ത് ചെയ്യും, സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് എന്ത് ചെയ്യും, അറിയുള്ളത്. കിളിവാതിൽ എന്നുള്ള അർത്ഥം തന്നെ നിങ്ങൾ മനസ്സിലാക്കും. എന്താ കിളിവാതിൽ? എൻ്റെ രാജാക്കന്മാർ കൊട്ടാരങ്ങളിൽ ജനലിന് കിളിവാതിൽ പോലെ, അതിനാണ് കിളിവാതിൽ. ജനൽ തുറന്നു കഴിഞ്ഞാൽ എന്ത് വരും, വെളിച്ചം വരും. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ എന്തുണ്ടാവും, അവന് വെളിച്ചം ഉണ്ടാവും. കിളിവാതിൽ തുറക്കുമ്പോൾ എന്തുണ്ടാവും, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, വീശും. കിളിവാതിൽ തുറന്നാൽ ദൈവത്തിന്റെ കാറ്റ് നിനക്കുണ്ടാവും. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ ഇവിടെയുള്ള പരിപ്പോടെ ഉള്ളിവിടെ വരും. കിളിവാതിൽ തുറന്നാൽ വെളിച്ചം വരും. കിളിവാതിൽ തുറന്നാൽ ജീവശ്വാസം, പരിശുദ്ധാത്മാവ് വരും. സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു അല്പമെങ്കിലും ബോധം എന്ത് ചെയ്യണം. സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോണ കേട്ടോ, ഞാൻ ഈ പറഞ്ഞതിന് ക്ഷമിക്കണം. സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ നിനക്ക് വെളിച്ചം കാണും. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ കിളിവാതിൽ തുറന്നാൽ ദൈവത്തിന്റെ ശ്വാസം നീ അറിയും. അതിന്റെ സമൃദ്ധി നീ എന്ത് ചെയ്യും, അറിയും. നീ എൻ്റെ വചനത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ദൈവത്തോടുള്ള ഭക്തി കുറഞ്ഞു പോകുന്നു. വചനത്തെ ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യും, ഭക്തി കുറയും. ദൈവത്തെ അന്വേഷിക്കുക, ഭക്തി വർദ്ധിപ്പിക്കുക, ദൈവഭയം വർദ്ധിക്കുക. കോംപ്രമൈസ് ചെയ്യരുത്. സൗകര്യപ്രദമായ രീതിയിലല്ല ദൈവത്തെ എന്ത് ചെയ്യാൻ കാണേണ്ടിയത്. അവൻ ആയിരിക്കുന്നത് പോലെ അവൻ അറിഞ്ഞുകൊണ്ട് ഭയത്തോടെ ഭക്തിയോടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നുണ്ടെങ്കിൽ ന്യായവിധിയിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ 9:7-8 നമ്മൾ അവസാനം വായിച്ചത്. എത്തുന്നത് വായിച്ചാട്ടെ. യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു, അവൻ ലോകത്തെ നീതിയോടെ എന്ത് ചെയ്യും, ന്യായം വിധിക്കും. യോഹന്നാൻ 12-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. എല്ലാവരും ബൈബിളിലുണ്ടോ? ആരെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? എന്റെ വചനം കേൾക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, കൈക്കൊള്ളില്ല. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയും. എന്നെ വേണം, ഏത് ലെവലിൽ വേണം? അനുഗ്രഹിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, പുലർത്തുന്നവൻ, പോറ്റുന്നവൻ. കയ്യിലുള്ള അനുഗ്രഹം എന്ത് ചെയ്യണം, വേണം, പക്ഷെ എന്നെ നിനക്ക് വേണ്ട.
ദൈവശക്തിയിലെ വിടുതൽ വേണം, വചനത്തെ വേണ്ട. ഞാൻ പറഞ്ഞല്ല, വചനമാണ് കേട്ടോ. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? പ്രിയമുള്ളവർ, ഒരാളൊരു ആവശ്യത്തിലിരിക്കുന്നവൻ വരുമ്പോൾ വിശ്വസിക്കാം. അവനെ ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവൻ അത്രയും ആവശ്യമാണ്, അവൻ്റെ ഘടകമുണ്ട്. അവനിൽ തന്നെ അത് പ്രാപിക്കാനുള്ള വിശ്വാസത്തിന്റെ തള്ളൽ അവനെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അവനുണ്ട്. പ്രത്യേകിച്ച് അവനെ നീ വിടുവിക്കപ്പെടാൻ നീ വിശ്വസിക്കാന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഉറങ്ങിയിരിക്കണവനെ എന്ത് ചെയ്യേണ്ടി വരും? ഉണർത്തേണ്ടി വരും. കാരണം നീ ഉറങ്ങി തൂങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ചോണ്ട് പോണ ആൾ വേറെ ഉണ്ട്. അപ്പൊ കാര്യബോധമുള്ളവർ എന്ത് ചെയ്തേ പറ്റൂ? ഉണർത്തേണ്ടി വരും. പ്രിയമുള്ളവർ, നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു ഡാമിൽ, റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന ഒരു വലിയ വെള്ളം, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത വെള്ളം, അതിനെ ഒരു വലിയ പൈപ്പിൽ കൂടെ ഇറക്കി വീണ്ടും ചെറിയ പൈപ്പുകളാക്കി ഒരു ടാപ്പിൽ കൊണ്ട് നമ്മളിവിടെ ടാപ്പ് തുറക്കുമ്പോൾ ഇതിൻ്റെ മറ്റേ എൻഡിരിക്കുന്ന എവിടെയാണ്? ഡാമിലാണ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ദൈവം വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പകർച്ചയുടെ ബ്ലെസ്സിങ്. ഇവിടെ ഒരു ചെറിയ ടാപ്പായിരിക്കും നിനക്കിരിക്കുന്നത്, പക്ഷെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ഉറവയാണ്. അതാണ് വറ്റിപ്പോകാത്ത ഉറവയിൽ നിന്ന് അൺടാപ്പ് ചെയ്ത് വരുന്ന ജീവന്റെ അഭിഷേകം. മനുഷ്യൻ കേവലം നിസാരനാണെങ്കിലും അവന് ദൈവം വച്ചിരിക്കുന്ന ആത്മാവിൽ ദൈവം കൊടുത്തിരിക്കുന്ന കണക്ഷൻ വറ്റിപ്പോകാത്ത നീരുറവയിലാണ് ഈ ചെറിയ ടാപ്പ് വെച്ചിരിക്കുന്നത്. അത് എത്ര തുറന്നു വിട്ടാലും ആ ജീവ നീരുറവയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്റ്റ് ആവണം. പറ്റിപ്പോകത്തില്ല. അത് നിത്യജീവങ്കിലേക്ക് എന്ത് ചെയ്തോണ്ടിരിക്കും? അവന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തോണ്ടിരിക്കും? ആ പാനപാത്രം നിറഞ്ഞെന്ത് ചെയ്യും? മനസ്സിലായോ? ഹല്ലേലൂയ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. അപ്പോൾ വചനത്തെ നമ്മൾ എത്രത്തോളം മുറുകെ പിടിക്കണം? എല്ലാ ദിവസവും നമ്മൾ വചനം എത്ര സമയം ധ്യാനിക്കും? ആഴ്ചയിൽ ഒരു ദിവസം വന്ന് നമ്മൾ വചനം കേട്ടാൽ കാര്യമുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും വചനത്തെ, ന്യായവിധിയിൽ നിന്ന് നമ്മൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് വചനം എന്ത് ചെയ്യണം? അതനുസരിച്ച് ജീവിതം എന്ത് ചെയ്യണം? ഞാൻ സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ അവന് അപ്പൊ വചനം വച്ചാണ് എന്ത് ചെയ്യണം? ന്യായം വിധിക്കുന്നത്. വചനം വച്ചാണ് പുനരുദ്ധാനം. വചനത്തിലാണ് ജീവൻ. വചനത്തിലാണ് സകലതും. അന്തിമമായി വചനത്തിലാണ് എന്തുള്ള ന്യായവിധി. അപ്പോ ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ തന്നെ എന്നെ എന്ത് ചെയ്യും? ഒടുക്കത്തെ നാളിൽ ഇന്നൊന്ന് ക്രമപ്പെടാൻ താല്പര്യമുണ്ടോ? കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്യണമേ? സഹായിക്കണം. പുതിയ നിയമത്തിൽ ന്യായവിധിയെക്കുറിച്ച് 234 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? നരകത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും വാണി തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 260 അധ്യായമാണ് ഉള്ളത്. നമ്മുടെ ജീവിതയാത്ര 260 കിലോമീറ്റർ ആണെന്ന് ചിന്തിച്ചോ. ഈ 260 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 234 പ്രാവശ്യം അപകട മേഖല എന്ത് ചെയ്യാണ്? കാണിച്ചു തരാണ്. ഓരോ വളവിലെത്തുമ്പോഴും ഓരോ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം വാണിങ് തരികയാണ്. ഇവിടെ കൊക്കയുണ്ട്, ഇവിടെ ആക്സിഡന്റ് ആവാൻ സാധ്യതയുണ്ട്, ഇവിടെ മറിയാൻ സാധ്യതയുണ്ട്, ജീവന് തന്നെ അപായപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള അപകട സൂചന എന്ത് ചെയ്യാണ്? 234 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഈ 260 കിലോമീറ്റർ ആണ് മൊത്തം ഉള്ളത്. ഇതിനിടയിൽ കുറച്ച് ഗ്യാപ്പുകളുണ്ട്. അവിടെ ഇത് വയ്ക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. നീ അവിടെ സൂക്ഷിച്ചില്ലെങ്കിൽ അവിടെ പെടും. നമുക്ക് മനസ്സിലായി? ഒത്തിരി അപകട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? വാണിങ്സ് കിട്ടിയിട്ടും അതിനെ അവഗണിച്ചു പോയാൽ ഈ 260 കിലോമീറ്റർ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഈ 260 കിലോമീറ്ററും 260 കിലോമീറ്റർ ആണ് നിത്യജീവനിലേക്കുള്ള ദൂരം എന്നല്ല ഞാൻ പറഞ്ഞത്. 260 അധ്യായം പുതിയ നിയമത്തിലുണ്ട്. ആ പുതിയ നിയമത്തിൽ വാണിംഗ് ആയിട്ട് പല സ്ഥലത്തും ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ കുത്തിവെച്ചിട്ടുണ്ട്. ഇത് അപകട മേഖലയാണ്. ന്യായവിധിയെ പറ്റി, അനുഗ്രഹത്തെക്കുറിച്ച് വാചാലമായിട്ട് പറയാനും അതിൽ അടിവരയിട്ട് വയ്ക്കാനും ഒത്തിരി ആൾക്കാർക്ക് കഴിയും. പക്ഷെ ന്യായവിധികളെ കുറിച്ച് എത്ര ഭാഗങ്ങളിൽ നമ്മൾ ബൈബിളിൽ അടിവരയിട്ട് വച്ചിട്ടുണ്ട്? 234 പ്രാവശ്യം വാണിംഗ് ദൈവം തന്നെയാണ് പറയുന്നത്. മനസ്സിലാണല്ലോ?
ഇതെല്ലാം കേട്ടാലും ലാഘവത്തോടെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യരുത്, എടുക്കരുത്. കർത്താവെ വിടുവിക്കണം. പിശാചിനെയും പിടിച്ച് കെട്ടും. അല്ലെ, ശമൂവേലാണ് ശൗലിന് എന്ത് ചെയ്തത്, അഭിഷേകം ചെയ്തത്. പക്ഷെ അവസാനം ശമൂവേൽ എന്ത് ചെയ്തു, ശൗൽ എന്ത് ചെയ്തു, വചനത്തെ കളഞ്ഞിട്ട് കള്ളപ്രവാചകരുടെ അടുക്കള എന്ത് ചെയ്തു, പോയി, പണി കിട്ടി. പിന്നെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വചനത്തിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ദുരാത്മാവ് കയറും. വിധേയത്വം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വാണിംഗ്സ് തരുമ്പോൾ അതിനെ ഗൗനിക്കാതെ പോയാൽ ന്യായവിധിപ്പെടും. ഹലോ, നമ്മൾ രക്ഷപ്പെടാനാണ് കേട്ടോ പറയുന്നത്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളിന്റെ എണ്ണം കൂടുമൊന്നുമില്ല. ഉള്ളവർ തന്നെ എന്ത് ചെയ്യും, പോവും ചെയ്യും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല ചൊവ്വിന് എന്ത് ചെയ്യും, കിട്ടും. ആർക്ക് പറയണവന്. മറ്റത് പ്രസംഗിച്ചാൽ ചൊവ്വിന് കിട്ടും, അനുഗ്രഹം നിങ്ങൾക്ക്. ഇത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചൊവ്വിന് കിട്ടും. ഇതാണ് കിട്ടിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അത് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാതെ അനുസരിക്കാതെ വെളിച്ചപ്പാടത്തിൽ അടുക്കൽ എന്ത് ചെയ്തു, പോയപ്പോൾ ശൗലിന്റെ മേൽ എന്ത് ചെയ്തു, പിന്നെ ശമൂവേൽ വിചാരിച്ചിട്ട് എന്ത് ചെയ്തില്ല, ദൈവം എന്ത് ചെയ്തു, അപകടം. വചനം ഇവിടെ നമ്മൾ വായിച്ചതാണ്, എന്റെ വചനം കൈക്കൊള്ളാതെ. കണ്ടോ, ശൗലിന് പറ്റിയത് എന്താണ്, വചനം എന്ത് ചെയ്തില്ല, കൈക്കൊണ്ടില്ല. ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ശൗല് മാത്രമല്ല. ഓക്കെ, സമയം പോരല്ലോ. എന്നെ തള്ളിക്കളയുന്നത് ന്യായം വിധിക്കുന്നവരുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവൻ എന്ത് ചെയ്യും, ന്യായം വിധിക്കും. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് ദിവസം 20:15. ഈ ദൈവത്തോടുള്ള ഭയം നമുക്ക് ഉണ്ടാകുന്നുണ്ടോ, അതോ ഇല്ല ഇനി കുറച്ചും കൂടെ എന്ത് ചെയ്യട്ടെ, ഈ ലോകത്തിലെ കാര്യങ്ങൾ, പാപത്തിന്റെ കാര്യങ്ങൾ, പാപ പ്രലോഭനങ്ങൾ ചെയ്യട്ടെ എന്നാണോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. വെളിപ്പാട് 20:15. 25 മത്തായി 25:46. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. കണ്ടോ, നിത്യദണ്ഡനം. ഈ മനസ്സിൽ ദണ്ഡനം അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്നിന് പിറകെ മനസ്സിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കും. അത് തന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിത്യമായ ദണ്ഡനം ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും എങ്ങനെ താങ്ങും? ദണ്ഡിപ്പിക്കുന്ന ആത്മാവ് അത് അവിടെ ഉണ്ട്, ഇവിടെയും ഉണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തയ്ക്കകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, മനസ്സിൽ ദണ്ഡനം, വിചാരങ്ങളിൽ ദണ്ഡനം, വികാരങ്ങളിൽ ദണ്ഡനം, ഇച്ഛാശക്തിയിൽ ദണ്ഡനം, മനസാക്ഷിയിൽ ദണ്ഡനം, 5 ഇന്ദ്രിയങ്ങളിൽ ദണ്ഡനം. ഇതിനാണോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്? ആണോ? അവരിലുള്ള ദണ്ഡനങ്ങളെ കർത്താവ് എന്ത് ചെയ്തു, അഴിച്ചു മാറ്റി വിടുവിച്ചു. ഹല്ലേലൂയ. രോഗാത്മാക്കളിൽ നിന്ന് അവരെന്ത് ചെയ്തു, അവരെ വിടുവിച്ചു. രോഗാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത അസുഖം എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരസുഖം എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. പക്ഷെ ഈ രോഗാത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതെല്ലാം ഉണ്ടെന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ബാധിച്ചുകൊണ്ടിരിക്കും. പിന്നെ ദുരാത്മാക്കൾ, ഇതെല്ലാം കൂടെ കൂട്ടത്തോടിട്ട് വേട്ടയാടി എങ്ങനെ ഇരിക്കും? ഇവിടെ താങ്ങുന്നില്ല, ആരാധിക്കുന്നവർക്കേ താങ്ങുന്നില്ല. അപ്പൊ പിന്നെ നിത്യമായ നരകം എന്നുള്ള ദണ്ഡനം എന്തോ ആയിരിക്കും സ്ഥിതി? കർത്താവ് നമ്മെ ഇതിൽ നിന്നല്ല എന്ത് ചെയ്തു, പിടിച്ചു. വീണ്ടും നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങാതിരിപ്പാൻ സൂക്ഷിക്കും. കർത്താവ് നമ്മെ ലോകത്തിൽ നിന്ന് എടുത്തു, വീണ്ടും നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു. പിശാച് നമ്മെ ട്രാപ്പിലാക്കാതെ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെളിപ്പാട് 21:27 കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. പ്രിയമുള്ളവരെ, കർത്താവ് ഈ ലോകത്തിൽ വന്ന എന്തിനാണ്? തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ. എന്താണ്? ഇവൻ ന്യായവിധിയിൽ എന്ത് ചെയ്യരുത്, പോകരുത്. നിന്റെ പാപം ഞാൻ എന്ത് ചെയ്യാം, ഏറ്റെടുക്കാം. അത് എത്ര കടും ചുവപ്പായിരുന്നാലും ഞാനതെന്ത് ഹിമം പോലെ വെളുപ്പിക്കും. മത്തായി സുവിശേഷം 1:21 പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ വന്നിരിക്കുകയാൽ അവനെ യേശു എന്ന് പേർ വിളിക്കണം. ആ രക്തത്താൽ കഴുകപ്പെടാത്ത ഒരു പാപവുമില്ല. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഈ ന്യായവിധിയുടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ കഴിയുന്നത് യേശുവിന്റെ രക്തത്തിന് വിടുതൽ തരാൻ കഴിയും. പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. അവന് എന്ത് പദ്ധതിയിട്ട് നിന്നെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പദ്ധതിയിട്ടാലും ആ പദ്ധതിയെ അഴിപ്പാൻ
യേശു വന്ന നമ്മുടെ ഹോപ്പ് അതാണ്, നമ്മുടെ പ്രത്യാശ അതാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. 1 തീമോഥെയോസ് 2-ാമത്തെ അധ്യായം 4-5 വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ചിലര് മാത്രം രക്ഷ പ്രാപിക്കണമെന്നല്ല ദൈവം വിചാരിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. ഭൂലോകത്തിലുള്ള സകല ജാതികളും വംശങ്ങളും ഭാഷകളും ഗോത്രങ്ങളും സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും ഈ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവത്രേ. അതുകൊണ്ടാണ് മറ്റൊരുത്തനിലും ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരുത്തൻ നിമിത്തവും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, ആ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ സകലവിധമായ ന്യായവിധിയിൽ നിന്നും നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. അവനിൽ നോക്കിയവർ പ്രകാശിതരായി. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും യേശുവിനെ നോക്കി സാക്ഷ്യപ്പെടുത്തുന്ന അപ്പോസ്തലപ്രവൃത്തി 10:43 അത് പറയുന്നു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിച്ച് ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് സകല പ്രവാചകന്മാരും യേശുവിനെ പറയുമ്പോൾ നമുക്കും അതെന്ത് ചെയ്യാം? അവകാശമാക്കാം. കർത്താവ് ഈ വചനങ്ങളാകുന്നവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമുക്ക്